നമസ്കാരം. രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടുന്ന ആളുകളാണ് നമ്മളിൽ പലരും. സാധാരണക്കാരായ ആളുകളുടെ ജീവിതം എങ്ങനെയാണ് ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് അത് നേരിട്ട് അനുഭവിക്കുന്ന ആളുകൾക്കേ അറിയാവൂ. കാരണം വിലക്കയറ്റം അതിരൂക്ഷമായി നമ്മുടെ സംസ്ഥാനത്തെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊട്ടതിനും പിടിച്ചതിനൊക്കെ തന്നെ വില തോന്നുന്ന തരത്തിൽ വില വർദ്ധിക്കുന്ന സാഹചര്യം. ഭക്ഷ്യവസ്തുക്കളുടെ കാര്യം പറയാതിരിക്കാനാവില്ല. പച്ചക്കറി, അരി, പലവ്യഞ്ജനം, അങ്ങനെ ഒരു വീട്ടിലേക്ക് നിത്യേന വാങ്ങേണ്ട സാധനങ്ങളുടെ വില ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. അതോടൊപ്പമാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ഇടയ്ക്കിടെ വരുത്തുന്ന പലതരത്തിലുള്ള ചാർജുകൾ. അത് സ്വകാര്യ ബസ് ചാർജ് ആവട്ടെ, KSEB കറണ്ട് ചാർജ് ആവട്ടെ, അതോടൊപ്പം മറ്റു പല വിധത്തിലുള്ള നികുതി ഒക്കെ തന്നെ വർദ്ധിപ്പിക്കുകയാണ്. ഇതിൽ പറഞ്ഞു വരുന്നത് നമ്മുടെ KSEBയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. KSEBയുടെ ഒരു രീതി നമുക്കറിയാം. നമ്മുടെ ഒക്കെ വീടുകളിൽ ഒരു ദിവസം നമ്മൾ ബില്ലടക്കാൻ വൈകുകയാണെങ്കിൽ കൃത്യമായും ലൈൻമാൻ വന്ന് ഫീസ് ഊരിക്കൊണ്ടുപോകുന്നൊരവസ്ഥ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അത്തരം അവസ്ഥകളിലൂടെ കടന്നു വന്ന ആളുകളാണ് നമ്മളൊക്കെ. എന്നാൽ വൻകിട കുത്തക മുതലാളിമാരുടെ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ അവർക്ക് വേണ്ട വിധത്തിലുള്ള സഹായങ്ങളൊക്കെ ഈ KSEB ചെയ്തു കൊടുക്കുകയാണ്. അതിൻ്റെ ചില കണക്കുകളാണ് ഞാൻ പറയുന്നത്. അതായത് സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിലുള്ള സ്ഥാപനങ്ങളാണ്. അതായത് തിരുവല്ലയിലെ ബിലീവിയസ് ചർച്ച് ആശുപത്രി നമുക്കറിയാം, വളരെയേറെ പ്രശസ്തമായ ആശുപത്രിയാണ്. ഈ ആശുപത്രി 4,64,00,000 രൂപയാണ് ഇപ്പോൾ KSEBക്ക് നൽകാനുള്ളത്. അത് ബില്ല് പിന്നീട് അത് കുടിശ്ശിക ഒക്കെ കയറി വന്നതായിരിക്കാം. മംഗളം ദിനപത്രം നമുക്കറിയാം. മംഗളം ദിനപത്രം ഇതിനകം തന്നെ നഷ്ടത്തിലാണ്. മംഗളം ഒരു ചാനൽ തുടങ്ങി, അത് പിന്നീട് അത് പൂട്ടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വന്നു. മംഗളം ദിനപത്രം നൽകാനുള്ളത് 1,32,00,000 രൂപയാണ്. അതേപോലെ റെന മെഡിസിറ്റി 4 കോടിക്ക് മുകളിൽ ഇപ്പോൾ KSEBക്ക് നൽകാനുണ്ട്. ലിറ്റിൽ ഫ്ലവർ ആശുപത്രി നൽകാനുള്ളത് 3.35 കോടി രൂപയാണ്. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് നൽകാനുള്ളത് 132 കോടി രൂപയാണ്. ആലോചിക്കേണ്ടതാണ്, നമ്മുടെയൊക്കെ വീടുകളിൽ 1000 രൂപ 2000 രൂപ ബില്ല് വരുമ്പോൾ അത് കൃത്യമായി നമ്മൾ അടക്കാൻ നമ്മൾ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളുടെയൊക്കെ ജീവിതം കടന്നു പോകുന്നത്. ഈ പറയുന്നത് സാധാരണക്കാരായ നമ്മളെപ്പോലുള്ള ആളുകളുടെ ഒരു ബുദ്ധിമുട്ടാണ്. അത് കൃത്യമായും അറിയുന്ന ആളുകളാണ് നമ്മളൊക്കെ. അവിടെയാണ് 132 കോടിയും 41 കോടിയും ഒക്കെ അടയ്ക്കാനുള്ള കുത്തക മുതലാളിമാർക്ക് വഴിവിട്ട സഹായം നൽകുന്നു. അവർക്ക് അവരുടെ സ്ഥാപനങ്ങളിലെത്തി ഈ ഫീസ് ഊരിക്കൊണ്ടുവരാൻ ധൈര്യമുള്ള ആരും ഈ KSEBയിലില്ല. അത് KSEB മന്ത്രിക്കും അതിൽ അത്തരത്തിൽ ഒരു നിലപാടെടുക്കാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതാണ് ഈ നാട്ടിൽ നടക്കുന്ന, നമ്മുടെ ആര് ഭരിച്ചാലും നടക്കുന്ന ജനാധിപത്യ വ്യവസ്ഥ എന്നൊക്കെ പറയുന്ന, നമ്മൾ വളരെയേറെ അഭിമാനത്തോടെ പറയുന്ന ജനാധിപത്യത്തിൻ്റെ രീതികൾ. ജനാധിപത്യവും നിയമവും ഒക്കെ അത് പണക്കാർക്കില്ല, പാവപ്പെട്ട ആളുകളൊക്കെ ഉള്ളൂ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇത്തരം കാര്യങ്ങൾ വരുമ്പോഴാണ് അതിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ശരിയാണ് എന്ന് നമുക്ക് തോന്നിപ്പോകുന്നത്. കാരണം 500 രൂപയും 1000 രൂപയും കറണ്ട് ബില്ലടക്കാനുള്ള പാവങ്ങളെ പിഴിഞ്ഞുകൊണ്ട് അവർക്ക് സർചാർജും അവർക്ക് മീറ്റർ വാടകയും അവരെ പരമാവധി ഞെക്കിപ്പിഴിഞ്ഞുകൊണ്ട് ആ പൈസ കൊണ്ടുപോയി സർക്കാരിലേക്ക് എത്തിക്കുകയും ആ ശമ്പളം വാങ്ങിക്കൊണ്ട് കുത്തക മുതലാളിക്ക് എല്ലാവിധത്തിലുമുള്ള സഹായം ചെയ്തു കൊടുക്കുകയാണ് നമ്മുടെ സർക്കാരും KSEBയും.